ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഷാദിയ. ഇത് ഞാൻ ചെയ്യുന്ന എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അതിൻ്റേതായിട്ടുള്ള കുറേ കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ കോളേജിനൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പോവാണ്. ഞാൻ എൻ്റെ ഷോർട്സിൽ പറഞ്ഞ പോലെ ഈ വരുന്ന ബസ് ഫ്രീ ആണ് കേട്ടോ. തമിഴ്നാട്ടിലെ എല്ലാ സ്ത്രീകൾക്കും ഫ്രീ ആയിട്ട് പോകാൻ വേണ്ടി ഗവൺമെൻറ് ഒരുക്കിയ ബസ്സാണത്. പിങ്ക് ബസ് എന്നാണ് ഞങ്ങളിതിനെ പറയാറ്. അങ്ങനെ പിങ്ക് ബസ്സിൽ കയറി നമ്മൾ കോളേജിൽ വന്നിറങ്ങിട്ടോ. കോളേജിൻ്റെ സ്റ്റാർട്ടിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 9 മണിയാണ്. രാവിലെയും വൈകുന്നേരം മാത്രം പിങ്ക് ബസ് ഓടുന്നതുകൊണ്ട് ഈ റൂട്ടിലേക്ക് ആകെ ഒരു സമയത്ത് മാത്രമേ പിങ്ക് ബസ്സിൻ്റെ വരവുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ 8 മണിക്ക് തന്നെ സ്റ്റോപ്പിൽ വന്ന് 10 മിനിറ്റ് കൊണ്ട് കോളേജിലെത്തും. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ 8:55 9 മണിയൊക്കെ ആവും. പക്ഷേ ആ ടൈമിലുള്ള ക്ലാസ്സിന് നമ്മൾ ചിലപ്പോൾ 8:10 8:15 ആകുമ്പോഴേക്കേ എത്തും. നമ്മൾ വരുന്ന ടൈമിൽ ചിലപ്പോൾ ക്ലാസ്സിൽ ആരും ഉണ്ടല്ല. ചില സമയത്ത് ഞാൻ ഒറ്റയ്ക്കാവും. അങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാറ്. അങ്ങനെ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കോളേജ്, യുണൈറ്റഡ് കോളേജ് ഓഫ് ഫാർമസി. ഈ കോളേജിൽ സെക്കൻഡ് ഇയർ ബി.ഫാമിനാണ് ഞാൻ പഠിക്കുന്നത്. അതായത് ഞങ്ങൾക്കിപ്പോൾ 4th സെമ്മിൻ്റെ ക്ലാസ്സാണ്. ആ കാണുന്നതാണ് കോളേജിൻ്റെ മെയിൻ ഓഫീസ്. അവിടെയാണ് ഫീസിൻ്റെ കാര്യങ്ങളും സ്റ്റുഡൻറ്റ് അഫെയർസും എല്ലാം. ഫസ്റ്റ് ഫ്ലോർ കയറി ചെല്ലുമ്പോഴേ നമുക്ക് ഡ്രഗ് മ്യൂസിയം കാണാം. ഡ്രഗ് എന്ന് പറഞ്ഞാൽ മെഡിസിൻ. മെയിനായിട്ടും ഫാർമസിയിൽ മെഡിസിൻസും കാര്യങ്ങളെക്കുറിച്ചും പഠിക്കണോണ്ട് തന്നെ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് ഫ്ലോറിലും 3rd ഫ്ലോറിലും അധികം ലാബ്സും കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ സെൻട്രലായിട്ടാണ് നമ്മുടെ ഓഫീസും ക്ലാസ് റൂംസൊക്കെ വരുന്നത്. ഇത് നമ്മുടെ ഫാർമസി പ്രാക്ടീസ് ലാബാണ്. ഇവിടെ പേര് പോലെ തന്നെ നമുക്കിവിടെ ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ലാബ് ഉള്ളത്. ഈ ഫ്ലോറിൽ ഈ ലാബ് കൂടാതെ വേറെ 3 ലാബ് കൂടെ ഉണ്ട്. അടുത്തത് വരുന്നത് നമ്മുടെ ഫാർമസ്യൂട്ടിക്സ് ലാബാണ്. ഇവിടെ നമ്മളധികം ഡ്രഗ് ഫോർമുലേഷൻ, ഡ്രഗ് പ്രിപ്പറേഷൻ എന്നതിനെക്കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഫാർമസി പ്രാക്ടീസിൻ്റെ ഒരു ബേസിക് നോളജ് നമുക്ക് ഡെവലപ്പ് ആക്കാൻ പറ്റുന്നത് ഈ സ്യൂട്ടിക്സ് ലാബിൽ നിന്നാണ്. പൊതുവെ തിയറി ക്ലാസ്സസിനേക്കാൾ ലബോറട്ടറി ക്ലാസ്സസ് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആണ്. എക്സ്പെരിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് സമയം വേഗം പോയി കിട്ടും. അടുത്ത ലാബ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ ലാബാണ്. ഇന്ന് IT ഫീൽഡും ടെക്നോളജിയും ഒക്കെ നല്ലോണം ഡെവലപ്പായി നിൽക്കുന്നതുകൊണ്ട് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമുക്ക്. അടുത്ത ലാബ് എന്ന് പറഞ്ഞാൽ ഇൻസ്ട്രുമെൻറ്റേഷൻ ലാബാണ്. ഒരു ഡ്രഗ് മാനുഫാക്ചറിങ്ങിൽ നമ്മൾ ഒരുപാട് എക്യുപ്മെൻറ്റ്സുമായിട്ട് ഡീൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇൻസ്ട്രുമെൻറ്റേഷൻ റൂം. ഈ ഫ്ലോറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിലും കാണാനുള്ളത് ആ ഒരു വ്യൂ തന്നെ. പക്ഷേ എപ്പോൾ നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും ക്യാമ്പസിൻ്റെ ഈ വ്യൂ ആണ് ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. ഇത് നമ്മുടെ കോളേജിൻ്റെ ഏറ്റവും മേലെയുള്ള ഫ്ലോറാണ്, അതായത് 3rd ഫ്ലോർ. ഇവിടെ നമുക്ക് ഒരുപാട് ലാബ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാർമക്കോഗ്നസി ലാബാണ് ഫസ്റ്റ്. ഫാർമക്കോഗ്നസി എന്ന് പറയുന്നത് ഫാർമസീൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു സബ്ജക്റ്റാണ്. പ്ലാന്റ്സിൽ നിന്നും എങ്ങനെയാണ് ഡ്രഗ്സ് കളക്ട് ചെയ്യുന്നതെന്നൊക്കെ പഠിക്കുന്നതിനാണ് നമുക്ക് ആ ലാബുള്ളത്. അടുത്തത് വരുന്നത് ഹ്യൂമൻ അനാട്ടമി ആൻഡ് ഫിസിയോളജിയാണ്. ഒരു ഹ്യൂമൻ ബോഡിയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലാബുള്ളത്. ഫാർമസീനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡ്രഗ്സ് എങ്ങനെ നമുക്ക് ആക്ട് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഫാർമക്കോളജി ലാബുണ്ട്. സോ അത് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അനാട്ടമി എന്തായാലും പഠിക്കണം. ബയോടെക്നോളജിനെ കുറിച്ച് പഠിക്കാനും മൈക്രോ ഓർഗാനിസത്തിനെ കുറിച്ച് പഠിക്കാനും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് മൈക്രോബയോളജിക്കൽ അല്ലാണ്ട് ബയോടെക്നോളജി ലാബ് ഉണ്ട് കേട്ടോ. ഈ ഫ്ലോറിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഏകദേശം ക്യാമ്പസിന് നടക്കുന്ന എല്ലാ കാര്യങ്ങളും കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി നമുക്ക് ബാക്കിയുള്ളത് കുറച്ച് കെമിസ്ട്രി ലാബ്സാണ്. ഫാർമസീനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് കെമിസ്ട്രി. നമ്മുടെ കോളേജ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരു സെമ്മിൽ 2 കെമിസ്ട്രി സബ്ജക്റ്റ് എന്ന പോലെ വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് അനലൈസിസ്, ഇൻഓർഗാനിക് കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, ഓർഗാനിക് കെമിസ്ട്രി, മെഡിസിനൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ് ഒരുപാട് സബ്ജക്റ്റ് ഉണ്ട്. ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ് ഫാർമസീനെ വെച്ച് നോക്കുകയാണെങ്കിൽ കെമിസ്ട്രി. ഇവിടെ നമുക്ക് 3 കെമിസ്ട്രി ലാബ്സ് ഉണ്ട്. ആൾട്ടർനേറ്റീവായിട്ട് 2 സെമ്മിലുള്ള കുട്ടികളെ രാവിലെ ഉച്ചക്കും മാറി മാറിയിട്ടാണ് ലാബ്സിൽ കയറാറ്. ഏത് ഫ്ലോറിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് നോക്കുകയാണെങ്കിലും നല്ല രസമുള്ള കാഴ്ചകളാണ് കാണാൻ പറ്റുക. കോളേജിലെ എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസാണ് ഇത്. ഇത് കോളേജിൻ്റെ റൂഫ് ടോപ്പാണ്. ഇവിടെ നമുക്കൊരു സ്റ്റുഡിയോ ഹാൾ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് തന്നെ ഉണ്ട്. ഇവിടെ നിന്ന് നോക്കിയാൽ ആ മലകളൊക്കെ നല്ല രസമായിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള പ്ലേസാണ് കോളേജിലത്. അങ്ങനെ നമുക്ക് ക്ലാസ് റൂമിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വരാന്തയിൽ കൂടെ പോകുമ്പോൾ അറ്റത്തുള്ള ക്ലാസ്സാണ് ഞങ്ങളുടെ ക്ലാസ്. ഞങ്ങളുടെ ക്ലാസ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് 100 കുട്ടികളാണ്. അതുകൂടാതെ കഴിഞ്ഞ സെമ്മിന് ഞങ്ങൾക്ക് ലെറ്റർ എൻട്രി എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ 3 കുട്ടികളൂടെ ഞങ്ങൾ ക്ലാസ്സിൽ വന്നു. നമുക്ക് ക്ലാസ്സിലധികം ഫോണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല. രാവിലെ നമ്മൾ വന്നാൽ ഫോൺ നമ്മൾ സബ്മിറ്റ് ചെയ്യണം.
പിങ്ക് ബസ്സിൽ വരുന്നതുകൊണ്ട് നമ്മൾ എത്തുന്ന സമയത്ത് ആരും എത്തിയിട്ടുണ്ടാവില്ല. അപ്പോൾ വീഡിയോ എടുക്കാനൊക്കെ സുഖമാണ്. അതുകൊണ്ട് നമ്മളെ ഫോണൊന്നും ആരും കാണും. ഈ കാണുന്ന പോലെ ഞാൻ എത്തുന്ന സമയത്ത് വേറെ ആരും അധികം എത്തിയിട്ടുണ്ടാവില്ല. ഉണ്ടെങ്കിൽ തന്നെ 1-2 കുട്ടികൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ ഏകദേശം ഒരു 8:45 എല്ലാവരും എത്തി തുടങ്ങി. സോ ഗൈസ്, നമുക്ക് ലഞ്ച് ബ്രേക്ക് ആയിട്ടുണ്ട്. നമ്മൾ സബ്മിറ്റ് ചെയ്യണ ഫോൺ വേണമെന്നുണ്ടെങ്കിൽ ആവശ്യങ്ങൾക്ക് ആഫ്റ്റർനൂൺ വേണേൽ എടുക്കാം. ലഞ്ച് ബ്രേക്കിന് നമുക്ക് ക്ലാസ്സിലിരുന്ന് ഫുഡ് കഴിക്കാൻ പാടില്ല. ഒന്നെങ്കിൽ നമ്മൾ ഗ്രൗണ്ടിലോ അല്ലാന്നുണ്ടെങ്കിൽ ക്യാൻറ്റീനിലോ ഇരുന്ന് കഴിക്കണം. ഞാൻ പറഞ്ഞ പോലെ ഞങ്ങളധികം ഗ്രൗണ്ടിൽ ഇരുന്നിട്ടാണ് കഴിക്കാറ്. ഇതാണ് ഞങ്ങളുടെ കോളേജിലെ നേഴ്സിംഗ് ബ്ലോക്ക്. ഇതിൻ്റെ കൂടെ നമുക്ക് മെഡിക്കൽ സയൻസും കൂടെ ഉണ്ട് കേട്ടോ. ഇവിടെ നഴ്സിംഗിൻ്റെയും ഞങ്ങളുടെ കോളേജിൻ്റെയും ഏറ്റവും അടിയിലുള്ള ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ മെഡിക്കൽ സയൻസിൻ്റേതാണ്. ഞങ്ങളുടേതിൽ മെഡിക്കൽ സയൻസും ബി-ഫാമും കൂടെ താഴെയുള്ള ബ്ലോക്ക്സ് ഓക്യുപ്പൈ ചെയ്യും. ഇതാണ് ഞങ്ങളുടെ സ്റ്റേഷനറി. ഒരു കോളേജ് ആകുമ്പോൾ സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ്. ഇത് പിന്നെ ആർട്സ് ആൻഡ് സയൻസിന് എന്തൊക്കെ കോഴ്സസ് ഉണ്ട് എന്നുള്ള ഒരു ഓവർവ്യൂ ആണ്. ഈ കാണുന്നതാണ് ഞങ്ങളുടെ ക്യാൻറ്റീൻ. ക്യാൻറ്റീനിൽ ഇരുന്നിട്ടാണ് അധിക പേരും ഫുഡ് കഴിക്കാറ്. ഇവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ഗ്രൗണ്ടിലേക്ക് നടക്കുന്ന വഴിയാട്ടോ. ആ കാണുന്നതാണ് ഞങ്ങളുടെ ഗ്രൗണ്ട്. അവിടെ ഒരു മൂലയ്ക്കിലിരുന്നിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിക്കാറ്. ഇതാണ് ഞങ്ങളുടെ മെയിൻ PT ഗ്രൗണ്ട്. ഇവിടെ വെച്ചാണ് സ്പോർട്സും കാര്യങ്ങളൊക്കെ അധികം നടക്കാറ്. മാത്രമല്ല ഇൻഡിപെൻഡൻസ് ഡേ, റിപ്പബ്ലിക് ഡേ എന്നീ തുടങ്ങിയതിനുള്ള ഫങ്ഷൻസും ഇവിടെ വെച്ചാണ് നടക്കാറ്. ആ കാണുന്നത് ഞങ്ങളുടെ കോളേജ് പുതിയതായിട്ട് ഇറക്കിയ ഒരു വണ്ടിയാണ് കേട്ടോ. കോളേജ് കാണാൻ വരുന്നവരെ ചുറ്റി കാണിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയതാണ്. കോളേജിൽ നിന്ന് ഗേൾസ് ഹോസ്റ്റലിലേക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നടക്കണം. അതിനു വേണ്ടി കോളേജുകാരനെ ഇറക്കിയതാണ്. ഇങ്ങനെ ലഞ്ച് ബ്രേക്കും കഴിഞ്ഞു, ഒരു ബ്രേക്കും കഴിഞ്ഞു, കോളേജ് വിടാനുള്ള സമയമായി. നമുക്ക് വേണമെങ്കിൽ കോളേജ് ബസ്സിലോ അല്ലാന്നുണ്ടെങ്കിൽ പബ്ലിക് ബസ്സിലോ പോവാം. പബ്ലിക് ബസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പിങ്ക് ബസ്. ഞങ്ങൾ ചൂസാക്കിയത് പിങ്ക് ബസ്സായിരുന്നു. ഞങ്ങളെ കോളേജ് എപ്പോഴും 4:30 ആകുമ്പോഴത്തേനും കഴിയും. പിന്നെ കോളേജ് ബസ്സെല്ലാം എടുക്കണമെങ്കിൽ ഒരു 4:45-5 മണിയാവും. എല്ലാ കോളേജ് ബസ്സും എടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് പോകാനുള്ള പിങ്ക് ബസ്സും വരും. അങ്ങനെ ഒരു 5:15 ആകുമ്പോഴത്തേനും നമ്മുടെ വീട്ടിലേക്ക് തിരിച്ചെത്തും. നമ്മുടെ നാട്ടിലെ ഓരോ ബസ്സിനും ഓരോ പേരാണ്. പക്ഷേ ഇവിടെ ബസ്സുകൾക്കൊക്കെ ഓരോ നമ്പറാണ്. രാവിലെയും വൈകുന്നേരം ഒരേ നമ്പർ ബസ്സാണ് വരിക. അങ്ങനെ ഞങ്ങൾ ആ ബസ്സിൽ കയറി പോയി. അപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.